മേപ്പാടി മുണ്ടക്കൈയിലാണ് ഈ ഉരുൾപൊട്ടൽ ഉണ്ടായിരിക്കുന്നത്. കമൽ, ആ സ്ഥലത്തെത്തുമ്പോൾ മുതൽ ഇതുവരെ നമുക്ക് കാണാനായത് എന്തൊക്കെയാണെന്ന് പ്രേക്ഷകരുമായിട്ട് ഒന്ന് പങ്കുവയ്ക്കൂ. മോത്തി, പുലർച്ചെ അതായത് ഏതാണ്ട് ഒരു 1:30യോടെയാണ് നമ്മൾ ഈ വിവരം അറിയുന്നത്. മുണ്ടക്കൈയിൽ വലിയ രീതിയിൽ ഉരുൾപൊട്ടിയിരിക്കുന്നു, മുണ്ടക്കൈ ഒറ്റപ്പെട്ടിരിക്കുന്നു തുടങ്ങിയ വിവരങ്ങൾ അറിയുന്നത്. 4 മണിയോടെ നമ്മൾ ഈ സ്ഥലത്ത് എത്തുന്നു. അപ്പോഴുള്ള കാഴ്ച എന്ന് പറയുന്നത് ചൂരൽമല ടൗൺ. ഇന്നലെ നമ്മൾ ഇവിടെ വന്ന് ഡെപ്പൊക്കെ എടുത്ത് പോയതാണ്. ആ ചൂരൽമല ടൗൺ ആകെ ചെളിയിൽ മുങ്ങിയിരിക്കുന്നു. കെട്ടിടങ്ങളുടെ താഴത്തെ നിലയിലടക്കം ചെളി കയറിയിരിക്കുന്നു. ഏറ്റവും വിവിധമായ സാഹചര്യം, ചൂരൽമലയിൽ നിന്ന് മുണ്ടക്കൈയിലേക്ക് പോകുന്ന പാലം ഒലിച്ചു പോയിരിക്കുന്നു. പുഴ, ചെറിയൊരു അരുവി കാട്ടിൽ നിന്ന് ഉത്ഭവിച്ച് ഒഴുകുന്ന ഒരു നാട്ടിലെ സാധാരണ ഒരു ചെറിയ പുഴ ഭീകരമായ രീതിയിൽ സൈഡൊക്കെ ഇടിച്ച് വലിയ രീതിയിൽ വീതി കൂടി അങ്ങനെ പുഴ ഒഴുകുന്ന ഒരു ഭീകരമായ കാഴ്ച. അക്കരയ്ക്ക് പോകാൻ യാതൊരു രക്ഷയുമില്ല. ഞങ്ങൾ എത്തുമ്പോഴേക്കും ടി സിദ്ദിഖ് MLA ഉണ്ട്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ട്, മേപ്പാടി പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ട്, ജില്ലാ കളക്ടറും SP ഉണ്ട്. ഇവർക്കാർക്കും എന്ത് ചെയ്യണമെന്നൊരു രൂപമില്ല 4 മണി സമയത്ത്. കാരണം ഒരാൾക്കും മുണ്ടക്കൈയിലേക്ക് പോകാൻ കഴിയുന്നില്ല. മുണ്ടക്കൈയിൽ എന്ത് സംഭവിച്ചു എന്ന യാതൊരു ധാരണ ഇപ്പോഴും നമുക്ക് കൃത്യമായ ധാരണ ഇപ്പോഴും കിട്ടിയിട്ടില്ല. കാരണം NDRFന്റെ ഒരു സംഘം അങ്ങോട്ട് പോയിട്ടേ ഉള്ളൂ. അപ്പോൾ തന്നെ ടി സിദ്ദിഖ് MLA മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടു. സൈന്യത്തിന്റെ സഹായമടക്കം വേണ്ടിവരുമെന്നൊക്കെ അറിയിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് നേരം പുലരുന്നതിന് തൊട്ട് മുമ്പാണ് ഒരു 20 അംഗ സംഘം, NDRFന്റെ 20 അംഗ സംഘം പ്രാദേശിക ആളുകളുടെ സഹായത്തോടു കൂടി പുഴ കടന്ന് അക്കരയ്ക്ക് പോയത്. അവിടെ നിന്നുള്ള വിവരങ്ങൾ പക്ഷേ നമുക്ക് കൃത്യമായി ഒന്നും ലഭിച്ചിട്ടില്ല. മുണ്ടക്കൈയിൽ ഏതാണ്ട് 3-4 എസ്റ്റേറ്റ് പാടികൾ, അതായത് ലയങ്ങൾ, ഇവിടെ പ്രാദേശികമായി പറയുന്നത് എസ്റ്റേറ്റ് പാടികൾ എന്നാണ്. ഈ പാടികൾ ഒലിച്ചു പോയിരിക്കുന്നു. അത്തരത്തിൽ വലിയ രീതിയിൽ അവിടെ നിന്ന് സഹായം അഭ്യർത്ഥിച്ചുള്ള വിളികളൊക്കെ വരുന്നുണ്ടായിരുന്നു രാവിലെ. അത് ഞാൻ ആദ്യം പറയാൻ വിട്ടുപോയി മോത്തി. നമ്മൾ ഇങ്ങോട്ട് വരുമ്പോഴൊക്കെ നമ്മുടെ എമർജൻസി ഗ്രൂപ്പിലൊക്കെ ഒരുപാട് ശബ്ദ സന്ദേശങ്ങൾ, അത് മുഴുവൻ കേൾക്കാനുള്ള ഒരു ഇത് നമുക്കുണ്ടായിരുന്നില്ല. അത്രയും സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് ആളുകളുടെ കരയുന്നതടക്കമുള്ള ശബ്ദ സന്ദേശങ്ങളൊക്കെ രാവിലെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതാണ് അവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം എന്ന് പറയുന്നത്. പിന്നീട് അവിടെ നിന്ന് അപ്ഡേഷൻ ലഭിച്ചില്ല. ഇന്നലെ അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്ന ആളുകളൊക്കെ ഉണ്ടായിരുന്നു. അവർ ഫോണിൽ വിളിക്കുന്നു, ചെറിയ വിവരങ്ങളൊക്കെ അവർക്ക് ലഭിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് മുണ്ടക്കൈയിൽ എന്താണ് സാഹചര്യം എന്ന് അറിയാതെ നിൽക്കുമ്പോഴാണ് നേരം വെളിച്ചം വന്നു കഴിയുമ്പോഴാണ് ചൂരൽമലയിലെ തന്നെ സാഹചര്യം വളരെ ഭീകരമാണ് എന്ന് വ്യക്തമായത്. ഈ ചൂരൽമലയിലെ ടൗണിൽ തന്നെയാണ് വെള്ളാർമല ഹൈസ്കൂൾ ഉള്ളത്. ആ ഹൈസ്കൂളിനകത്തേക്ക് അടക്കം വലിയ രീതിയിൽ വെള്ളം കയറി നാശനഷ്ടങ്ങൾ ഉണ്ടായിരിക്കുന്നു. നേരം വെളുത്തു കഴിഞ്ഞപ്പോൾ ആദ്യം 2 മൃതദേഹങ്ങൾ കണ്ടെടുത്തു. അതിലൊന്ന് ഒരു ആഫ്രിക്ക ഭാഗത്തു നിന്നുള്ള ഒരു വിദേശ പൗരന്റേതാണെന്ന് രക്ഷാപ്രവർത്തകർ പറയുന്നു. അതിനുശേഷം 2 മൃതദേഹങ്ങൾ കൂടി. അങ്ങനെ ചൂരൽമല ഭാഗത്തു നിന്ന് മാത്രം 4 മൃതദേഹങ്ങൾ കണ്ടെടുക്കുന്ന ഇപ്പോൾ ലഭിക്കുന്ന വിവരം മോത്തി, അതായത് പരിക്കേറ്റവരുണ്ട്, മരിച്ചവരും ഉണ്ട്. അത് ബോഡി മാറ്റാൻ കഴിയുന്നില്ല. അത്തരത്തിലൊക്കെയുള്ള പ്രശ്നങ്ങൾ രക്ഷാപ്രവർത്തകർ അഭിമുഖീകരിക്കുന്നുണ്ട്. ചൂരൽമലയിൽ അടക്കം ഇത്രയും ഭീതിതമായ ഒരു സാഹചര്യമാണ് ഉള്ളത്. അപ്പോൾ മുണ്ടക്കൈയിൽ എന്തായിരിക്കും സാഹചര്യം എന്ന് നമുക്ക് ഊഹിക്കാൻ പോലും കഴിയില്ല. കാരണം മുണ്ടക്കൈ ടൗണിന്റെ പകുതിയോളമൊക്കെ വലിയ രീതിയിൽ നാശനഷ്ടമുണ്ടായി. ടൗൺ ആകെ ഒലിച്ചു പോകുന്ന സ്ഥിതി ഉണ്ടായി എന്നൊക്കെയാണ് രാവിലെ MLAക്കൊക്കെ വന്ന ഫോൺ കോളിൽ നിന്നൊക്കെ നമ്മൾ കേട്ടത്. നമുക്ക് ഇപ്പോൾ അങ്ങോട്ട് എത്താൻ ഒരു മാർഗവുമില്ല. പാലം ഒലിച്ചു പോയിരിക്കുന്നു. ഒരു താൽക്കാലിക പാലം പണിയണമെന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇവിടെയുള്ളവർ ആവശ്യപ്പെടുന്നത്. എങ്കിൽ മാത്രമേ പൂർണ്ണ രീതിയിൽ മുണ്ടക്കൈയിലേക്ക് ഒരു ആക്സസ് ഉണ്ടാവുകയുള്ളൂ. പക്ഷേ ഇപ്പോഴും എന്താണ് അവിടുത്തെ സാഹചര്യം എന്നറിയില്ല. ഈ പ്രദേശത്തെ കുറിച്ച് കൂടി ഞാൻ പറയാം മോത്തി. അതായത് ഈ മുണ്ടക്കൈ എന്ന് പറയുന്നത് ഒരു ഡെഡ് എൻഡ് ആണ്. അതിനപ്പുറത്ത് മലപ്പുറം ജില്ലയാണ്. പക്ഷേ മലപ്പുറം ജില്ലയിലേക്ക് ഇവിടെ നിന്ന് റോഡ് ആക്സസ് ഇല്ല. നിലമ്പൂർ വനമേഖല വളരെ ദുർഘടമായ മലനിരകളൊക്കെയുള്ള പ്രദേശമാണ്. വളരെ വൾനറബിളായ പശ്ചിമഘട്ടത്തിലെ ദുർബലമായ ഒരു പ്രദേശം എന്ന് പറയാവുന്ന ഒരു മേഖലയാണ് ഈ മുണ്ടക്കൈയൊക്കെ. ആ മുണ്ടക്കൈയുടെ 2 കിലോമീറ്റർ മുമ്പാണ് ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്ന ചൂരൽമല എന്ന് പറയുന്നത്. ചൂരൽമലയിൽ നിന്ന് ഈ ചെറിയ പാലം കടന്നു വേണം മുണ്ടക്കൈക്ക് പോകാൻ. ആ പാലമാണ് ഒലിച്ചു പോയിരിക്കുന്നത്. അവിടെയാണ് പുഴ വലിയ രീതിയിൽ വീതിയിൽ ആകെ കുത്തി ഒലിച്ച് ഒഴുകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. പ്രധാനമായും ഇവിടുത്തെ ഭൂപ്രകൃതി എന്ന് പറയുന്നത് വനമുണ്ട്, അതോട് ചേർന്നുള്ള തേയിലത്തോട്ടങ്ങൾ, കാപ്പിത്തോട്ടങ്ങൾ, പ്രധാനമായും തേയിലത്തോട്ടങ്ങളാണ്. അവിടുത്തെ തൊഴിലാളികൾ, അവരുടെ പാടികൾ ഒക്കെയാണ് പ്രധാനമായും തോട്ടം തൊഴിലാളികളാണ് താമസിക്കുന്നത്. സമീപകാലത്ത് വലിയ രീതിയിൽ ടൂറിസം വികസനം ഈ ഭാഗത്ത്, അത് പക്ഷേ വലിയ രീതിയിലുള്ള കൺസ്ട്രക്ഷൻസ് ഒന്നും കാര്യമായി നടന്നെന്ന് പറയാനില്ല. കുറച്ച് റിസോർട്ടുകളൊക്കെ ഉണ്ട്. മറ്റ് ഈ അഡ്വഞ്ചർ ടൂറിസം, സിപ്പ് ലൈൻ പോലെയുള്ളവയൊക്കെ ഈ തേയിലത്തോട്ടങ്ങളിലൊക്കെ അത്തരത്തിലുള്ള ടൂറിസം, കൂടുതൽ ടൂറിസ്റ്റുകൾ വരുന്ന ഒരു സാഹചര്യം, അങ്ങനെയൊക്കെ ഉള്ള ഒരു ഭൂപ്രദേശം. വലിയൊരു രീതിയിൽ ജനസാന്ദ്രത ഇല്ല. പക്ഷേ
തോട്ടം തൊഴിലാളികൾ. ജനങ്ങൾ താമസിക്കുന്ന പ്രദേശത്ത് അവർ തിങ്ങിപ്പാർക്കുന്ന അത്തരം ഒരു ഭൂപ്രകൃതിയുള്ള സ്ഥലം. മറ്റൊന്ന്, സമീപകാലത്ത് ദുരന്തമുണ്ടായ പുത്തുമല കടന്നു വേണം മേപ്പാടിയിൽ നിന്ന് ഇങ്ങോട്ടെത്താൻ. പുത്തുമലയിൽ നിന്ന് ഒരു 5 കിലോമീറ്ററോളം സഞ്ചരിച്ച് ചൂരൽമല, അത് കഴിഞ്ഞ ഒരു 2 കിലോമീറ്റർ സഞ്ചരിച്ചാലാണ് ഈ മുണ്ടക്കൈ എന്ന് പറയുന്നത്. മറ്റൊന്ന് എടുത്തു പറയേണ്ടത്, ഇന്നലെ രാവിലെ 8 വരെ രേഖപ്പെടുത്തിയ കണക്കനുസരിച്ച് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ച കള്ളാടി, അത് ഈ പ്രദേശത്തിനടുത്താണ്. 200 മില്ലിമീറ്റർ മഴ 24 മണിക്കൂറിൽ ലഭിച്ചു. ഇന്നലെ 8 മുതൽ വൈകിട്ടാകുമ്പോഴേക്കും 160 മില്ലിമീറ്റർ മഴ കള്ളാടിയിൽ ലഭിക്കുന്ന സാഹചര്യമുണ്ടായി. ഇന്നലെ വൈകിട്ട് ജില്ലാ ഭരണകൂടം ഒരു പത്രക്കുറിപ്പ് ഇറക്കിയിരുന്നു. ഈ മേഖലയിൽ മഴ കഴിഞ്ഞ തലേ ദിവസത്തേക്കാൾ കൂടുന്ന സാഹചര്യമുണ്ട്, മുൻകരുതൽ വേണം എന്ന ജില്ലാ ഭരണകൂടം പത്രക്കുറിപ്പ് ഇറക്കുന്ന സാഹചര്യമുണ്ടായി. അത്തരത്തിൽ കനത്ത മഴയാണ് ഈ ഭാഗത്ത് പെയ്യുന്നത്. മറ്റുള്ള ഇങ്ങോട്ടുള്ള ആക്സസ് ഈ പുറം ലോകവുമായി ഈ പ്രദേശത്തെ ബന്ധിപ്പിക്കാൻ ആകെ ഒരേ ഒരു റോഡേ ഉള്ളൂ. മേപ്പാടിയിൽ നിന്ന് മേപ്പാടി പോളിടെക്നിക് വഴി, കള്ളാടി വഴി, പുത്തുമല വഴി, ചൂരൽമല വഴി, അങ്ങനെ മുണ്ടക്കൈയിൽ അവസാനിക്കുന്ന ഒരേ ഒരു പാതയാണ് പുറം ലോകവുമായുള്ള ഈ മേഖലയുടെ ആക്സസ് എന്ന് പറയുന്നത്. ആ റോഡ് തന്നെ വളരെ വൾനറബിൾ ആണ്. കാരണം മഴ പെയ്താൽ എവിടെയും മണ്ണിടിയാം, മരം വീഴാം. അത്തരത്തിലുള്ള മുമ്പ് പുത്തുമലയിൽ ഉരുൾപൊട്ടൽ ഉണ്ടായപ്പോൾ ഞങ്ങൾ പുലർച്ചെ ഏതാണ്ട് 6 കിലോമീറ്റർ നടന്ന് പുത്തുമലയിൽ എത്തേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്ന് പക്ഷേ ചൂരൽമല വരെയെങ്കിലും, ചൂരൽമലയ്ക്ക് അടുത്ത് വരെയെങ്കിലും വാഹനം എത്തി എന്നത് രാവിലെ എല്ലാവർക്കും, നമുക്ക് മാത്രമല്ല രക്ഷാപ്രവർത്തനം നടത്തുന്നവർക്കും ജില്ലാ ഭരണകൂടത്തിലുള്ളവർക്കും ജനപ്രതിനിധികൾക്കൊക്കെ ആശ്വാസകരമായത് ചൂരൽമല വരെയെങ്കിലും എത്തിപ്പെടാൻ പറ്റി എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ എത്തിയപ്പോഴേക്കും ആ ആക്സസ് കട്ടായിരുന്നു. മുണ്ടക്കൈയുമായി ബന്ധപ്പെടാൻ ഒരു മാർഗവും ഇല്ല എന്നുള്ളതാണ്. വയനാടിന്റെ മറ്റു സ്ഥലങ്ങളിൽ നിന്നുള്ള വിവരങ്ങൾ എനിക്ക് കൃത്യമായി ലഭ്യമല്ല. പക്ഷെ താമരശ്ശേരി ചുരത്തിലടക്കം ഗതാഗത കുരുക്ക് എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ജില്ലയ്ക്ക് പുറത്തുനിന്ന മന്ത്രിമാരുൾപ്പെടെയുള്ളവർക്ക് റോഡ് മാർഗം ഇങ്ങോട്ട് എത്താനാകാത്ത സ്ഥിതിയും ഉണ്ടാകും. മോത്തി, ശരിയാണ് കമൽ. കമൽ അത് പറയുമ്പോൾ അത് തന്നെയാണ് മനസ്സിലാലോചിച്ചതും. അതായത് താമരശ്ശേരി ചുരത്തിൽ 8-ാം വളവിൽ മണ്ണിടിഞ്ഞിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ റോഡ് മാർഗം അങ്ങോട്ടേക്ക് രക്ഷാപ്രവർത്തകർക്കോ മന്ത്രിമാർക്കോ പൊതുപ്രവർത്തകർക്കോ ഒക്കെ എത്താനും ബുദ്ധിമുട്ടാവും. അങ്ങനെ ആലോചിച്ചാൽ വയനാട് ജില്ലയാകെ ഒറ്റപ്പെട്ടിരിക്കുന്നത് പോലെ ഒരു അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത്. ചൂരൽമല മുണ്ടക്കൈ റോഡ് പൂർണ്ണമായും തകർന്നു പോയിരിക്കുന്നു. പാലം തകർന്നതുകൊണ്ട് ആ ഭാഗം ഒറ്റപ്പെട്ടിട്ടുണ്ട്.